എന്നെ പോലീസ് സ്റ്റേഷനിൽ, തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ എന്നെ കയറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഗൂഢാലോചന ഉണ്ട്. ആ ഗൂഢാലോചന എല്ലാവരും തെളിയിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇസ്ലാമിലേക്ക് ടിനി ടോം എന്ന് പറഞ്ഞ ചേട്ടന്റെ ഡ്രൈവറെയും ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനെയും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തു എന്നാണ് പറഞ്ഞത് അടുത്തത് ആരോപണം. പിന്നെ അവിഹിത കഥകളുടെ ഘോഷയാത്ര. ആരോപണത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഇത്തരം ആരോപണവുമായി ബന്ധപ്പെട്ടേ. അതൊരു ഗുരുതരമായ ആരോപണമാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാ. പെട്ടെന്ന് ഒരു ദിവസം എന്റെ പേര് അൻസിബ ഹസൻ എന്നായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോ പെട്ടെന്ന് എന്താ ഫീൽ ചെയ്യാൻ? കേസ് കൊടുക്കുന്നത് ഇതൊന്നുമല്ല എന്റെ പ്രശ്നം. ഞാൻ ഇവരൊക്കെ കൂടെ ആയിരുന്നല്ലോ ഇത്ര നാൾ വർക്ക് ചെയ്തത്. എന്നെ അങ്ങനെയാണോ കണ്ടതെന്നല്ലേ ഞാൻ ചിന്തിക്കുക. ഞാൻ ഇത്രയും നാള് അവസാനം ഞാൻ റിസൈൻ ചെയ്ത ദിവസം ഞാൻ ശ്വേത ചേച്ചിക്ക്, പ്രസിഡന്റിന് ഞാൻ വാട്സപ്പിൽ ഇട്ടു ഈ നോട്ട്, ഞാൻ ജോലി തിരക്ക് കാരണം റിസൈൻ ചെയ്യാണെന്ന്. സെക്രട്ടറി കുക്കു പരമേശ്വരൻ ചേച്ചിക്കും ഞാൻ ഇട്ടു. പിന്നെ അമ്മയുടെ ഒഫീഷ്യൽ മെയിലിലേക്കും ഞാൻ ഇട്ടു. എന്നെ വിളിച്ച് ചോദിച്ചത് സെക്രട്ടറിയാണ്, ശരിക്കും എന്താണ് റീസൺ. അപ്പം ഞാൻ ചേച്ചിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് സെക്രട്ടറി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അൻസിബ ഈ റീസൺ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നു. ഞാൻ പറഞ്ഞു ഇല്ലേ ചേച്ചി, എനിക്കിനി വയ്യ, ഞാൻ ഒന്നിനുമില്ല. ഞാൻ അവിടുന്ന് പോയി കഴിഞ്ഞാൽ സമാധാനമാവുമല്ലോ, തീർന്നല്ലോ, കഴിഞ്ഞു. ഞാൻ അത്രേ വിചാരിച്ചു. നോക്കാം, വരുമോ വരൂല. ഞാനിപ്പോ അങ്ങനെയൊക്കെ പറയാൻ എങ്ങനെയാ തോന്നുന്നത്? ഒന്ന് ആലോചിക്കുക. എന്ത് സില്ലിയാ. അതെ, എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഗൂഢാലോചന നടത്തുന്ന ഒരാളായിട്ട് തോന്നുന്നുണ്ടോ? വലിയ പ്രതീക്ഷയോടുകൂടി നമുക്ക് കഴിഞ്ഞ പ്രതിസന്ധി നമ്മൾ കണ്ടതാണ്, നമ്മളൊക്കെ അതിന്റെ ഭാഗമായി നിന്ന ആളുകളാണ്. അപ്പോൾ അതിനുശേഷം ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വുമൺ ഓറിയന്റഡ് കമ്മിറ്റി വരുന്നു. അതെ, പ്രശ്നം ഞാൻ കണ്ടത് എതിരില്ലാതെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് മാത്രമാണ്. വുമൺ ഓറിയന്റഡ് കമ്മിറ്റി വന്നു, അത് വലിയ ഒരു മാറ്റം അമ്മയിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞത് അത് സംഭവിച്ചിട്ട് ഇവിടെ സംഭവിക്കാൻ പോണില്ല. വെറും തെറ്റിദ്ധാരണയാണ്. അങ്ങനെ വല്ല മാറ്റം ഇത്രയും നാളായിട്ട് വന്നോ? അങ്ങനെ ഇത്ര നാളായിട്ട് വല്ല മാറ്റം വന്നോ? അവിടുന്ന് പോയ ആളുകളെ തിരിച്ചു വിളിച്ചോ? തിരിച്ചു കൊണ്ടുവന്നോ? ഇതൊന്നും നടന്നിട്ടില്ലല്ലോ. ഇതൊന്നും ചോദിക്കാൻ നിങ്ങളാരും ചോദിക്കാറുമില്ല. ഞാൻ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് നിങ്ങളാരും ചോദിക്കുന്നില്ല എന്ന്. തുടർ നടപടി അമ്മ അസോസിയേഷനില് 506 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. 2 പേര് ഈ അടുത്ത് മരണപ്പെട്ടു. ഇപ്പൊ 504 മെമ്പേഴ്സ് ഉള്ളത്. അതിൽ 400ഓളം പേര് ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അവിടുത്തെ മെമ്പേഴ്സ് പാവങ്ങളാണ്. അവിടെ ഉള്ള മെമ്പേഴ്സിൽ 90% ആളുകൾക്കും വർക്കില്ലാത്തവരാ. മുന്നേ സിനിമകൾ അഭിനയിച്ചവരും ഇപ്പൊ മറ്റു തൊഴിലുകൾ കൊണ്ട് ജീവിക്കുന്നവരൊക്കെ ആയിട്ടുള്ള ആൾക്കാരാ. അതിൽ തന്നെ വളരെ നിർധനരായിട്ടുള്ള ആളുകൾക്കൊക്കെ മെഡിസിൻ കൊടുക്കുന്നുണ്ട്, പിന്നെ അല്ലാതെ കൈനീട്ടം കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. ഞാൻ ആ അസോസിയേഷനെ കുറ്റം പറയൂല. ആ അസോസിയേഷനിലുള്ള ചില വ്യക്തികൾ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ അത് ആ അസോസിയേഷന് ചീത്തപ്പേരായി മാറും. ഇപ്പൊ AMMA എന്നൊക്കെ പലരും വിളിച്ചപ്പോൾ ഞാനാണ് ഏറ്റവും മുന്നിൽ നിന്നിട്ട് അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞത്. ഞാനത് അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനെ റെപ്രസെന്റ് ചെയ്ത് നിന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രതികരിച്ച ഒരാളാണ്. ആ അസോസിയേഷനിലുള്ള മറ്റുള്ള ആൾക്കാരെ എനിക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. എന്നെ എല്ലാവരും വിളിച്ച് സപ്പോർട്ട് ചെയ്യാണ്. മോളെ കൂടെ ഞങ്ങളുണ്ട് എന്ന് എല്ലാവരും പറയണത്. എനിക്കെതിരെ നിയമ നടപടിയുമായി പോകുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും ഇത് പറയില്ലായിരുന്നു. ഞാൻ അന്ന് രാജിവെച്ചപ്പോ ഇട്ട ആ നോട്ട് തന്നെ നിർത്തിയതായിരുന്നു. ഇനി മതി, കഴിഞ്ഞു. ഇതിപ്പോ പ്രൊവോക്ഡ് ആയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഞാൻ പറഞ്ഞത് അമ്പലമാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും മുസ്ലിം പള്ളിയാണെന്നുണ്ടെങ്കിലും ഒരു ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ചെയ്യാൻ പാടില്ല. ഡൊണേഷൻ വാങ്ങിക്കാം. അമ്മ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. ആ ആക്ട് പ്രകാരം ഡൊണേഷൻ ആണ് വാങ്ങിക്കേണ്ടത്. അതായത് ഈ കുഞ്ഞുവായിൽ വലിയ വർത്താനം പറയണതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ. ഞാൻ മമ്മൂക്കാക്കും ലാലേട്ടനും എന്റെ ഈ കഴിഞ്ഞ ലാസ്റ്റ് EC കൂടിയപ്പോഴാണ് എന്റെ രാജി പ്രസിഡന്റ് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് പത്രക്കുറിപ്പൊക്കെ ഇറക്കിയത്. അപ്പൊ ആ സമയത്ത് ഞാൻ മമ്മൂക്കക്ക് ലാലേട്ടനും ഞാൻ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പോണത്, നിങ്ങൾ അറിയണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നിനും വേണ്ടിയല്ല, അവരറിയണം. എനിക്ക് അയച്ചു, ഭയങ്കര സങ്കടം ഉണ്ടെന്ന് അയച്ചു. രാജിവെച്ച ശേഷം ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് ശ്വേത ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഗൂഢാലോചന നടത്താൻ മാത്രം വലിയ ആളാണോ ഞാൻ? ഇതാണ് എല്ലാ സ്ഥലത്തെയും പ്രശ്നം. ഞാന് നമ്മുടെ കുടുംബസംഗമത്തിന്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഒരു മതസ്ഥാപനത്തിനും കൊടുക്കരുത് എന്ന് പറഞ്ഞ ആ സമയം തൊട്ട് ഞാൻ വർഗീയവാദിയാണ്. ആ സമയം തൊട്ട് അത് ഞാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന്റെ
ഒരാഴ്ചക്കകത്താണ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ വ്യാജ പരാതി പോയത്. ഇത്രയൊക്കെ നടക്കുമ്പോൾ ഗൂഢാലോചന ഏത് ഭാഗത്തുനിന്നാണ് വന്നത് എന്ന് തിരിച്ചും ചിന്തിക്കാവുന്നതാണ്. ഇനി പരാതി കൊടുത്ത് ഇതിന്റെ പേരിൽ ഇനി ഞാൻ ഫ്യൂച്ചറിൽ എന്തൊക്കെ അനുഭവിക്കാൻ പോകണമെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ അവിടെ നിന്നിട്ട് തുറന്നു പറച്ചിൽ ഒരു പക്ഷേ ഇനി ഭാവി കൂടി ചിന്തിച്ചാണോ? എനിക്കറിയില്ല. അല്ലെങ്കിലും ഇപ്പം ദൃശ്യത്തിൽ മാത്രം കാണുന്ന ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ട്രോൾ വരാറുണ്ട്. എനിക്ക് ചെറിയ കുഞ്ഞു വർക്കുകളൊക്കെ കിട്ടാറുണ്ട്. അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ സർവൈവ് ചെയ്യുന്നത്. പക്ഷെ ദൈവം സഹായിച്ച് എന്തെങ്കിലുമൊക്കെ വർക്ക് കിട്ടാറുണ്ട്. പിന്നെ ഞാൻ അഭിനയിക്കുന്ന എല്ലാ സിനിമ എല്ലാവരും കാണാറൊന്നുമില്ല എന്നുള്ളതിനിപ്പം ഞാൻ എന്ത് ചെയ്യും? സംഘടനയിൽ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റാരും കോർണർ ചെയ്യുന്നത് സുന്ദരവട്ടം അങ്ങനെയൊന്നുമില്ല. എന്നെ പറ്റി ഇത് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് അറപ്പ് വന്നു. സത്യം പറഞ്ഞ അതാണ്. നമ്മളെല്ലാരും കൂടെ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന നമ്മൾ ആരും പേര് പോലും ചോദിച്ചിട്ടില്ല. അങ്ങനെയല്ലേ നമ്മൾ നിൽക്കണത്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ അല്ല പിന്നെ എന്തുകൊണ്ടാണ് അൻസിബ ഹസൻ ഇങ്ങനെ പേര് വന്നത്? ഇങ്ങനെ ഒരു ഉത്തരം അത് ഒരു സ്ത്രീയെ തകർക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി വേ എന്ന് പറഞ്ഞാൽ മോറൽ സൈഡ് പറയാന്നുള്ളതാണ്. അത് പറഞ്ഞു കഴിഞ്ഞാല് അടുത്തത് പിന്നെന്താ പറയാൻ പറ്റുക? അപ്പൊ നോക്കിയപ്പോ ചിലപ്പോ കിട്ടിയത് അതായിരിക്കാം, അങ്ങനെ പറഞ്ഞതായിരിക്കാം.